നമുക്ക് അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇന്ന് ചിക്കൻ കറിയാണേ. ചിക്കൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കാനായിട്ട് അമ്മ എഴുന്നേറ്റ് വന്നു. പുള്ളിക്കാരി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ചാനൽ ആരും മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് റിമോട്ടോടു കൂടിയാണ് അടുക്കളയിലേക്ക് വന്നത്. ചിക്കൻ മേടിക്കുന്ന ദിവസങ്ങളിൽ അടുക്കളയിലും പരിസര പ്രദേശത്തും കാണുന്ന പ്രത്യേകതര നൃത്തമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തേക്കുള്ളതും നാളത്തേക്കുള്ളതും ഒക്കെ മാറ്റി. നാളത്തേക്കുള്ള ഈ കുഞ്ഞു പാത്രം ഇവിടെ കരുതി വെച്ചില്ലെങ്കിലേ എനിക്കൊരു സമാധാനവും കിട്ടൂല കേട്ടോ. അതിന് എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും ഒരു 3-4 കഷ്ണമെങ്കിലും എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ എന്തോ ഒരു മനസമാധാനമാണ്. അങ്ങനെ ആ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കഴുകി വെക്കാം. ചിക്കൻ കഴുകാനായിട്ട് പോയപ്പോഴാണ് സിങ്കിൽ 2-3 പാത്രം കിടക്കുന്നത് കണ്ടത് കേട്ടോ. ചായ കുടിച്ച ഗ്ലാസ്സോ മറ്റോ ആയിരുന്നു. അത് കഴുകി വെച്ചു. എന്നിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി തന്നിട്ട് അമ്മ വീണ്ടും സീരിയലിൻ്റെ പുറകിൽ പോയി കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇടിച്ചെടുത്ത കാര്യങ്ങളും, ഒരിത്തിരി കുരുമുളക് പൊടിയും, ഒരിത്തിരി ഗരം മസാലപ്പൊടിയും, ഇത്തിരി ഉപ്പും, ഇത്തിരി വെളിച്ചെണ്ണയും. മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രത്യേകതരം കറിയാണ് നമ്മൾ വെക്കുന്നത്. ഇത്രയും അങ്ങോട്ട് നന്നായിട്ട് പുരട്ടി വിരവി അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ കുറച്ച് കടുക് വറുത്തു. അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഇട്ടു. നമ്മുടെ ചിക്കനും ഇട്ട് വേകാനൊക്കെ ആയിട്ട് വെച്ചു. അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കിനും കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ടു കേട്ടോ. പിന്നെ ഒരു ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. ചിക്കൻ കറിയാണെന്ന് ഞാൻ പറയുന്നില്ല, പെരട്ടാണെന്നും തോരനാണെന്നും ഒന്നും പറയുന്നില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഒന്ന് മാത്രം എനിക്കറിയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി ഇല്ലാതെയുള്ള ചിക്കൻ്റെ ഒരു വെറൈറ്റിയാണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.